അല്ല എസ് കെ, ഞാൻ പറഞ്ഞത് അപ്പോൾ രമേശ് ചെന്നിത്തലയെ പറ്റിയാണ്. അപ്പോൾ അദ്ദേഹം 28ാമത്തെ വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായിരുന്നു കരുണാകരൻ മന്ത്രിസഭയിൽ. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 2014-16 കാലഘട്ടത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയായിരുന്നു അദ്ദേഹം. തരക്കേടില്ലാത്ത രീതിയിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഓപ്പറേഷൻ കുബേര പോലെ ഈ പലിശക്കാർക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള, അതേപോലെ ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞ് ലഹരി മുക്തമാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ റെക്കോർഡ്സിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 2 പേരെ മാറ്റിയാണ് വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എത്തുന്നത്. അപ്പോൾ അതൊരു, താങ്കൾ പറഞ്ഞതുപോലെ അതൊരു ചെറിയ കളിയല്ല, ഒരു വലിയ ഗെയിം പ്ലാനിങ് അതിനകത്തുണ്ട്. അതിന്റെ കാരണങ്ങൾ എന്തുമാകട്ടെ, ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞു. ഇനി പ്രശ്നം എന്താണ്? വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ്, ശരി. ക്യാബിനറ്റ് ആരുടേതാണ്? അത് കെ സി വേണുഗോപാലിന്റെ ക്യാബിനറ്റാണോ, അത് രമേശ് ചെന്നിത്തലയുടെ ക്യാബിനറ്റാണോ? ഞാൻ പറയാൻ കാരണം, അവർ ഉദ്ദേശിക്കുന്ന ആളുകളെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ പ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മന്ത്രിസഭയാണോ കേരളത്തിൽ വരാൻ പോകുന്നത് എന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. കെ സി അക്കാര്യത്തിൽ നമുക്കറിയാം, അദ്ദേഹം ഇതേപോലെ തന്നെ വളരെ ക്ലെവറായിട്ടുള്ള ഒരു കക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെതായ ചില നിർബന്ധങ്ങളുണ്ടാകും. അദ്ദേഹം വാക്കുകൊടുത്തിട്ടുള്ള ആളുകളെ മന്ത്രിസഭയിൽ കൊണ്ടുവരണം. ഇപ്പോൾ തന്നെ നമുക്ക് ഉദാഹരണത്തിന് രമേശ് ചെന്നിത്തലയുടെ കാര്യം എടുക്കാം. അദ്ദേഹത്തിന് ഏറ്റവും മികച്ച വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് കിട്ടുന്നത്. ദ സെക്കൻഡ് ഇൻ ദ ക്യാബിനറ്റ് അദ്ദേഹത്തിന് കിട്ടുകയാണ്. പക്ഷേ അതേസമയം അദ്ദേഹം ഹാപ്പി അല്ല. എന്താണ് അദ്ദേഹത്തെ അൺഹാപ്പി ആക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന 2 പേർക്ക് മന്ത്രിസ്ഥാനം നൽകണം. അല്ല, ആ യാഥാർത്ഥ്യത്തോട് പുള്ളി പൊരുത്തപ്പെട്ട് കഴിഞ്ഞല്ലോ. നമ്മളൊരു കാര്യം മറന്നു പോകരുത്, ഇദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ പ്രൂഡൻസ് എന്ന് ഞാൻ, ഒരു സൂത്രശാലിത്വം എന്നതിനേക്കാളും ഒരു രാഷ്ട്രീയ വിവേകം എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാര്യം പരുക്കനായ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുക. കാരണം ഈ കേരളത്തിലെ കോൺഗ്രസ് ക്യാമ്പുകളിൽ ഒരു ഭൂരിപക്ഷവും ഇല്ലാതെയാണ് അദ്ദേഹം ഓടി നടന്ന് ഈ 100-ലധികം സീറ്റുകൾ ലഭ്യമാക്കുമെന്നും ഈ വലിയ വലിയ നേതാക്കന്മാർ, ഇപ്പോൾ പറയുന്ന വലിയ നേതാക്കന്മാരെ മുഴുവൻ തന്റെ പിന്നിൽ അണിനിരത്തി അദ്ദേഹം ഈ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തിയതും. പിന്നെ കണക്കുകളൊക്കെ കൃത്യമായി പറഞ്ഞു. മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു സാമ്പത്തിക രാഷ്ട്രീയ വീക്ഷണം അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹം ഓടി നടന്ന് പറഞ്ഞു. മാത്രമല്ല, ഇദ്ദേഹമാണ് ക്യാപ്റ്റൻ എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിച്ചു എന്നതും നമ്മൾ അടിവരായിട്ട് പറഞ്ഞേ പറ്റൂ. കാര്യം അതൊരു ചെറിയ കാര്യമല്ല. കാര്യം നോക്കുമ്പോൾ കോൺഗ്രസിൽ അദ്ദേഹത്തിന് ഗ്രൂപ്പുകളില്ല. അദ്ദേഹം ഡൽഹി പോയി പറഞ്ഞതാണല്ലോ, മറ്റുള്ളവരെല്ലാം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഗ്രൂപ്പില്ല, ഗോഡ് ഫാദർ ഇല്ല. ഒരു ഗോഡ് ഫാദർ ഇല്ല അദ്ദേഹത്തെ. അദ്ദേഹം ആകെ ജി കാർത്തികേയന്റെ പേര് മാത്രമേ ഉള്ളൂ. അതൊരു പ്രത്യേക ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സൂത്രശാലിത്വം എന്ന് പറഞ്ഞത് അദ്ദേഹം ഈ പദവിയിലെത്തിയ കാര്യത്തെ കുറിച്ചല്ല. താങ്കൾ പറഞ്ഞല്ലോ, ഇതിന് ശേഷം അദ്ദേഹം ഇവരെയെല്ലാം മാനേജ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. ഇപ്പൊ രമേശ് ചെന്നിത്തല ചെന്ന് കണ്ട കാര്യങ്ങൾ, കാരണം അദ്ദേഹം ഈ പിണക്കവും ഈ പ്രശ്നങ്ങളും ഒക്കെ ഇടയിൽ നിൽക്കുമ്പോഴും അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഇവരെല്ലാം ഒന്നിച്ചു കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങൾ, അത് ഒരു രാഷ്ട്രീയ പ്രൂഡൻസ്. ഇറ്റ്സ് അപ് ടു യു. എന്തായാലും നന്നായിട്ട് പെരുമാറുക എന്നുള്ളത് പ്രധാനമാണ്. മാത്രമല്ല, കെ സിയുടെ ധർമ്മപത്നി കുടിക്കാൻ എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു പോസ്റ്റും ഇല്ലാതെ ചായയാണെന്ന് പറഞ്ഞു. കാര്യം അവിടെ ഒരു ആലോചനയുടെ ആവശ്യം നന്നായിട്ട് പെരുമാറാതിരിക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം നിഷേധിക്കപ്പെടുമ്പോൾ വി ഡി സതീശൻ പ്രതികരിക്കുന്നത് എങ്ങനെയായിരുന്നു എന്ന് കണക്ക് കൂട്ടുമ്പോഴാണ് അദ്ദേഹം നന്നായിട്ടാണോ പെരുമാറുന്നത് അല്ലാതെ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇപ്പോൾ അദ്ദേഹം ഈസ് എ കിങ്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് നന്നായി പെരുമാറുക എന്നുള്ള ഒരു കാര്യമില്ല. അദ്ദേഹം നന്നായി പെരുമാറിയാ നമ്മൾ നോക്കുന്നത് രമേശ് ചെന്നിത്തലാണ്. അദ്ദേഹം എങ്ങനെ മുഖ്യമന്ത്രി പദവി കിട്ടില്ലായിരുന്നെങ്കിലും അദ്ദേഹം ഇതേ മാനസത്തോട് കൂടി തന്നെ ഇവരൊക്കെ അറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.